ഇതാണ് ദേവ്ഗിരി ഫോർട്ട്. ദൗലതാബാദ് ഫോർട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ എല്ലോറ കേവ്സിലോട്ട് പോകുന്ന വഴിയിൽ തന്നെയാണ് ഇത് ഉള്ളത്. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് എല്ലോറ കേവ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. കമോൺ. സോ നമ്മളിപ്പോൾ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുവാണ്, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റൊക്കെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് സ്ട്രാപ്പ് കിട്ടിയേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് വണ്ടിയെ കൂടെ നമുക്ക് കേവ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ ടിക്കറ്റിൻ്റെ പകരം ഈ ഒരു ഹാൻഡ് സ്ട്രാപ്പാണ് നമുക്ക് തരുന്നത്. ഈ ഹാൻഡ് സ്ട്രാപ്പ് നമ്മുടെ കയ്യിൽ കെട്ടണം, എന്നിട്ട് പിന്നെ നമ്മുടെ വണ്ടിയിരുന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. പിന്നെ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർ പേഴ്സൺ 30 രൂപീസാണ്, 30 രൂപ. എന്തായാലും ഈ ഒരു ഫെസിലിറ്റി നല്ലതാണ്. അവർ എല്ലാ കേവ്സും കാണിക്കത്തില്ല, പക്ഷേ കുറച്ചൊക്കെ കേവ്സ് മാത്രമേ അവർ കാണിക്കുള്ളൂ. മെയിൻ ആയിട്ടുള്ള കേവ്സ് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ കയ്യിൽ ഈ ഹാൻഡ് സ്ട്രാപ്പൊക്കെ കെട്ടി. പിന്നെ നമുക്ക് നടന്നു പോയി കേവ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് പോയി കേവ്സ് കാണാം. ഈ ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്ന് കമ്പൾസറി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കേവ്സ് ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വന്നു. നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൂടെ ഈ വണ്ടി ഇരുന്നിട്ട് വേണം നമുക്ക് കേവ്സ് ഒക്കെ കാണാൻ. സോ കം ഓൺ. സോ ഗൈസ്, നമ്മൾ കേവ് നമ്പർ 30ലാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ ഇനിയും ഈ കേവിന്റെ അകത്തല്ല എന്താണെന്ന് നമുക്ക് കാണാം. ഇത് ഫുൾ അപ്പോൾ ഗൈസ്, ഇവിടെ 100ൽ അധികം കേവ്സ് ഉണ്ട്. ബട്ട് ഇപ്പോൾ ടൂറിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് 34 കേവ്സ് മാത്രമേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് വ്യൂ നമുക്ക് കണ്ടിട്ട് വരാം. പിന്നെ ഇവിടെ ഫുൾ അവർ കുത്തുപണികളാണ് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? അവർ ആ മല നശിപ്പിക്കാതെയാണ് അവർ ഇതെല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നതാണ്. പിന്നെ അവർ അത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇത്. അത് ഇപ്പോഴും എന്ത് നല്ലോണമാണ് അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കണ്ടോ. ഇതിനൊക്കെ ഉണ്ടല്ലോ പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ
അത്രേ വർഷമായില്ല. അതും നമ്മുടെ ഈ വാട്ടർ കളേഴ്സൊന്നുമല്ല, നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചായിരുന്നു അവർ പെയിൻ്റൊക്കെ ചെയ്തത്. അപ്പോൾ അത് അത്ര വർഷം ആയതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ പോയിട്ടുണ്ട് ചിലതൊക്കെ. അവിടെ ഉണ്ടോ പശു? അത് അതിന്റെ കൂട്ടം തെറ്റി വന്നതാന്ന് തോന്നുന്നു. കണ്ടോ? ഗൈസ്, നമ്മളിപ്പം അടുത്ത കേവിലോട്ടാണ് വന്നത്. കണ്ടോ വാട്ടർഫോൾസ് കണ്ടോ? നമ്മൾ കേവ് നമ്പർ 29 വന്നത്. കണ്ടോ? നമുക്ക് കേവ് നമ്പർ 29 എന്താന്ന് കാണാം. അപ്പൊ നമുക്ക് കേവ് നമ്പർ 29 എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പിന്നെ ഇത് കണ്ടില്ലേ വാട്ടർഫോൾസ്. നിങ്ങൾക്ക് ഈ വാട്ടർഫോൾസ് കാണണമെന്നുണ്ടെങ്കിൽ കേവ് നമ്പർ 29 വന്നാൽ മതി. പിന്നെ ഇപ്പം മരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർഫോൾസും ഉണ്ട്. എന്തായാലും ഇവിടുന്ന് കാണുന്ന വ്യൂ എന്തായാലും അടിപൊളിയാണ്. കാരണം രണ്ട് സൈഡിലും ഗ്രീനറി, നടുക്ക് വെള്ളം വീഴുന്നു, അങ്ങനെയൊക്കെ അല്ലേ. ഫോട്ടോ എടുക്കാൻ എന്തായാലും ബെസ്റ്റാണ് ഇത്. അപ്പോൾ എന്തായാലും ഇത് കാണാൻ വരണം നിങ്ങൾ. അപ്പൊ നമ്മൾ ഇനിയും കേവ് നമ്പർ 16 പോകുന്നത്. ഇതാണ് കേവ് നമ്പർ 16 ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കേവ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്താണ് കൈലാസ് ടെമ്പിൾ. ഇതിന്റെ അകത്താണ്. ഇത് പണിയാൻ വേണ്ടിട്ട് 200 വർഷം എടുത്തെന്നാണ് അവര് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ അകത്ത് എന്താണ് വ്യൂ എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ കുറെ ഫുൾ കുറെ കൊത്തുപണികളാണ് അവര് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അകത്ത് പോകാം. നല്ല തിരക്കുണ്ട്, കാരണം സൺഡേ അല്ലേ, അതുകൊണ്ട്. ഇതാണ് കൈലാസ് ടെമ്പിൾ.
ഈ എല്ലോറ കേവ്സ് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു കണ്ടുപിടിച്ചത്. അയാളുടെ പേര് ജോൺ സ്മിത്ത് എന്നായിരുന്നു. അയാൾ ഹണ്ടിങ്ങിന് വന്നപ്പോഴായിരുന്നു ഇത് കണ്ടത്. അപ്പോൾ ഇനി ആരെങ്കിലും ഔറംഗാബാദിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലോറ കേവ്സ് മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ്. എല്ലോറ കേവ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് തന്നെയാണ്. അപ്പം ഇത് മിസ് ചെയ്യാനല്ലേ. ഔറംഗാബാദ് സിറ്റിയിൽ നിന്ന് 29 കിലോമീറ്റർ ഉണ്ട് എല്ലോറ കേവ്സിലോട്ട് എത്താനായിട്ട്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വരെയൊക്കെ നോക്കിയിട്ട് വരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത മഹാരാഷ്ട്ര വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോഴത്തേക്കും ബൈ.